ഇന്ന് നോക്കാൻ പോകുന്നത് 3 സ്റ്റിച്ചസ് ആണ്. ആദ്യം ചെയ്യുന്നത് ബുള്ളിയൻ നോട്ടാണ്. ബുള്ളിയൻ നോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ സൂചി എടുക്കുക. എന്നിട്ട് കുറച്ച് ലെങ്ത്ത് മാറി സൂചി ഒന്നുകൂടി കുത്തിയിറക്കുക. എന്നിട്ട് ഫസ്റ്റ് വെച്ച് ആ ലൈനിൻ്റെ അടുത്തേക്ക് സൂചി കൊണ്ടുപോയി മുഴുവൻ സൂചി പുറത്തെടുക്കാതെ നമ്മൾ ആ സൂചിയുടെ മേലെ നമുക്ക് ഏകദേശം എത്ര ലെങ്ത്ത് വേണമെന്നനുസരിച്ചിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് സൂചിയിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൂചി ഇങ്ങനെ മെല്ലെ തിരിച്ച് കൊടുത്താൽ മതി. അതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പൊസിഷനിൽ വന്നിട്ട് താഴോട്ട് കുത്തിയിറക്കുക. ബുള്ളിയൻ നോട്ട് നമ്മൾ സാധാരണ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. നമ്മൾ റോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നോട്ടാണിത്. ബോർഡേഴ്സിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കൊടുക്കാം. കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോർഡേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലീഫിൽ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. ഇതുപോലെ സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം നൂലിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. നമുക്ക് എത്ര ട്വിസ്റ്റ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഒരു ട്വിസ്റ്റ് എടുത്താൽ കുറച്ചും കൂടി തിന്നായിട്ടുള്ളതായിട്ട് കിട്ടുക. 2 ട്വിസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ളത് നമുക്ക് കിട്ടും. എത്ര ട്വിസ്റ്റ് വെച്ചാൽ ഒരുപാട് ട്വിസ്റ്റ് എടുത്താൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ 2 3 ട്വിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇതുപോലെ 2 ട്വിസ്റ്റ് എടുക്കുക. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചതിന് ശേഷമാണ് നമ്മൾ സൂചി കുത്തി ഇറക്കേണ്ടത്. ഇത് സാധാരണ നമ്മൾ റോസസൊക്കെ ചെയ്യാനും പിന്നെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷൻ ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ഏരിയാസൊക്കെ ഫില്ല് ചെയ്യാൻ, ഡിസൈൻസൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ബ്രൈഡഡ് സ്റ്റിച്ചാണ്. ഇതുപോലെ നൂലെടുക്കുക. നൂലെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് സൂചി കൊണ്ടുപോവുക. എന്നിട്ട് നൂല് ഇതുപോലെ ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇത് നമ്മുടെ മുടി പിണഞ്ഞിട്ട പോലെ ഉണ്ടാവും. നൂലൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഒരു സൈഡിൽ സൂചി കുത്തിയിറക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക. അവിടെ നിന്ന് ഇതുപോലെ സൂചിയിലേക്ക് നിന്ന് നൂല് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് നമ്മൾ ഹെയർ പാറ്റേൺ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്.